ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രേഷ്മ. തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറയാണ് എൻ്റെ സ്ഥലം. ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകൾ ഇടം നേടുകയും ആദ്യ അഡ്വൈസിൽ തന്നെ സെക്രട്ടേറിയറ്റിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ബിടെക്കിന് ശേഷം ഞാൻ ടെക്നോപാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. പിന്നീട് ആ കരിയറിൽ എനിക്ക് അനുഭവപ്പെട്ട വർക്ക് ലൈഫ് ഇംബാലൻസും സ്ട്രെസ്സുമാണ് PSCയിലേക്ക് ഞാൻ വരാനുണ്ടായ കാരണം. വീറ്റോയുടെ വെഞ്ഞാറമൂട് ബ്രാഞ്ചിൽ 2025 തുടക്കത്തിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഇവിടുത്തെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ കുറഞ്ഞ കാലയളവിൽ തന്നെ സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു ക്ലാസ്സുകൾ. അതിനോടൊപ്പം തന്നെ SCRT പാഠഭാഗങ്ങളും ക്ലാസ്സിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കാറുണ്ടായിരുന്നു. ക്ലാസ്സസിനോടൊപ്പം തന്നെ ഇവിടെ ഡെയിലി ടൈം ടേബിൾ അനുസരിച്ച് ഓരോ എക്സാംസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട്, SCRT എക്സാംസ് ഉണ്ടായിരുന്നു, PYQ എക്സാംസ് ഉണ്ടായിരുന്നു, മോഡൽ എക്സാംസ്. അതോടൊപ്പം തന്നെ മന്ത്ലി ആയിട്ട് ഓരോ മാസവും മന്ത്ലി എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പം സാധാരണ PSCയിൽ 1.25 അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു എക്സാം നമുക്ക് എഴുതി തീർക്കേണ്ടി വരുന്നത്. എന്നാൽ ഇവിടെ 1 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ എക്സാം എഴുതിയിട്ട്. അപ്പോൾ ആ ഒരു ശീലം എന്നെ ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്തു. ആദ്യം എനിക്കും ബുദ്ധിമുട്ടായിരുന്നു 1 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കാമെന്ന് പറയുന്നത്. എന്നാൽ ക്രമേണ എനിക്ക് അത് എളുപ്പമായി. അതായത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് എക്സാം എഴുതാൻ പറ്റുകയും ഒരിക്കലും എക്സാം ഹാളിൽ ടൈം കിട്ടിയില്ല എന്നൊരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടില്ല. അതെനിക്ക് വീറ്റോയിൽ ഇങ്ങനൊരു രീതിയിൽ എക്സാം പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റാണ് എനിക്കിങ്ങനെ കിട്ടിയത്. ഇവിടുത്തെ ഒരു ക്ലാസ് നോട്ടുകളും ക്ലാസ്സിന് ശേഷം ഇവിടുത്തെ ക്ലാസ് നോട്ടുകളും അതുപോലെ തന്നെ റാങ്ക് ഫയലും ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. പല സുഹൃത്തുക്കളും പറയാറുണ്ടായിരുന്നു മറ്റു പല റിസോഴ്സുകളും നമ്മൾ നോക്കണം, ഇത്രമാത്രം ഒരു ലിമിറ്റഡ് റിസോഴ്സ് പാടില്ല എന്നൊരു കാര്യം പറയാറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനൊരു കാര്യം പോയിട്ടില്ല. കാരണം ഇവിടുത്തെ തന്നെ നോട്ടും റാങ്ക് ഫയലും തന്നെ അൾട്ടിമേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്താണ് ഞാൻ പഠിച്ചത്. അതിൽ തന്നെ സിലബസിന് വേണ്ടിയിട്ടുള്ള എല്ലാം കവേർഡായിരുന്നു. ആ ഒരു രീതിയിൽ ലിമിറ്റഡ് റിസോഴ്സ്, അതായത് ഇവിടുത്തെ തന്നെ റിസോഴ്സ് മാത്രം യൂസ് ചെയ്ത് പഠിച്ചുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ഈ ഒരു കുറഞ്ഞ കാലയളവിനുള്ളിൽ നല്ല ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിച്ച് മുന്നേറാൻ സാധിച്ചത്. എൻ്റെ ഒരു പഠന രീതി എന്ന് പറയുമ്പോൾ ഞാൻ ടൈം സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ വെച്ചിട്ട് അങ്ങനെ പഠിക്കുന്ന ഒരാളല്ല. എപ്പോഴാണ് പഠിക്കുന്ന ആ സമയത്ത് ഫോക്കസ്ഡ് ആയിരുന്നു പഠിക്കും. അതായിരുന്നു എൻ്റെ ഒരു രീതി. നമുക്ക് പലർക്കും പലൊരു സ്ട്രാറ്റജി ആയിരിക്കും. അപ്പം ഞാൻ പറയുന്നത് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാതെ നമ്മുടേതായ രീതിയിൽ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഞാനിപ്പോൾ വായിച്ചായിരിക്കും കൂടുതൽ പഠിക്കുന്നത്, ചിലർക്ക് അത് എഴുതി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ സ്ട്രോങ് സബ്ജക്ട്സ് പറയുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് അതുപോലെ മാത്സ് ഇതൊക്കെ എനിക്ക് സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എനിക്ക് അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ട് ടൈം മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ എക്സാം നടത്തുമ്പോൾ തന്നെ എനിക്കതൊരു PSC പാറ്റേണിൽ ആ ഒരു പ്രാക്ടീസ് കിട്ടുമായിരുന്നു. മറിച്ച് എനിക്ക് വീക്കർ സബ്ജക്റ്റ് ആയിരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെയുള്ള പാഠങ്ങളായിരുന്നു വീക്കർ. അപ്പോൾ അതിനാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. അതുപോലെ നിങ്ങളും വീക്കർ സബ്ജക്ട്സിന് വേണം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാനായിട്ട്. എൻ്റെ ഒരു കരിയർ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇപ്പോൾ പ്രൈവറ്റ് ഫേമിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കയറി പിന്നെ ഒരു ഹൈ പൊസിഷനിൽ പോകണം, അല്ലെങ്കിൽ ഓൺസൈറ്റ് എടുത്ത് ഫോറിനിൽ കിട്ടുവാണെങ്കിൽ അങ്ങനെ പോകണം, അതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ അവിടെ നിരന്തരമായിട്ട് നമുക്കിപ്പോൾ ഒരു ഓഫ് ഡേ പോലും വീക്കെൻഡ്സ് പോലും ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ ഉണ്ടായ പല ബുദ്ധിമുട്ടുകളും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ആയാലും കണ്ണിനൊക്കെ ഇഷ്യൂസ് ആയാലും ഒക്കെ ആയപ്പോഴാണ് ഞാൻ മാറി ചിന്തിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് മാറാൻ എന്ന ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഇതിനെല്ലാം പൂർണ്ണ പിന്തുണയായിട്ട് അച്ഛനും അമ്മയും എപ്പോഴും ഉണ്ടായിരുന്നു. അവരാണ് ഇനിയൊരു നമുക്ക് PSC ട്രൈ ചെയ്യാം എന്നൊരു വഴിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ എനിക്ക് തരുന്നത് പാരൻസാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ എനിക്ക് ഒരു പ്രൈവറ്റ് ഫേമിൽ നിന്നും ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്നൊരു ഇതിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ ഒരു നേട്ടം കൈവരിക്കാൻ എന്നെ സഹായിച്ച വീട്ടിലെ എല്ലാ അധ്യാപകരോടും ഓഫീസ് സ്റ്റാഫിനോടും അതുപോലെ കൂട്ടുകാരോടും ഞാൻ നന്ദി പറയുന്നു. അതുമാത്രമല്ല PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് PSC പഠനം എന്നുള്ളത് വെറുതെ ഒരു പഠനമാവാതെ നമ്മൾ എത്രയും വേഗം നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയണം എന്നൊരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ PSC പഠിക്കേണ്ടത്. അതുപോലെ ഒരു സ്പെസിഫിക് എക്സാം മാത്രമേ എഴുതുള്ളൂ എന്നൊരു ലക്ഷ്യമായിരിക്കരുത് നമുക്കെപ്പോഴും. ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഒരിക്കലും ഒരു എക്സാം മാത്രമേ എഴുതൂ അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി മാത്രമേ പഠിക്കൂ, അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് കഴിയുന്ന പരമാവധി എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ ഇത് എൻ്റെ ഒരു ആദ്യഘട്ടം മാത്രമാണ്. ഇനിയും മുന്നോട്ട് ഏറെ പോകണമെന്ന് തന്നെയാണ് ലക്ഷ്യം. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു.